അടുത്ത് നോക്കി അഗ്രികൾച്ചർ സെക്ടർ. ഇനി അഗ്രികൾച്ചർ സെക്ടറിൽ ഇവന്മാരുണ്ടാക്കിയ നാശങ്ങളെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഏത് സെക്ടറാ? അഗ്രികൾച്ചർ. അഗ്രികൾച്ചർ സെക്ടറും ഈ കാലഘട്ടത്തിൽ നശിച്ചു. ഏത് കാലഘട്ടത്തിലാണ്? ബ്രിട്ടീഷ് റൂളിൻ്റെ കാലഘട്ടം. ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന സമയത്ത് ഏത് മേഖലയും നശിച്ചു? അഗ്രികൾച്ചർ സെക്ടറും നശിച്ചു. ബ്രിട്ടീഷ് റൂൾ ലീഡ് ടു സ്റ്റാഗ്നേഷൻ. എന്തുവാണ്? അഗ്രികൾച്ചർ സെക്ടർ ഇവന്മാർ നശിപ്പിച്ചു. അതിനുള്ള കാരണങ്ങൾ താഴെ എഴുതിയിരിക്കുന്നത്. റീസൺസ് ഫോർ എന്തുവാ? അഗ്രികൾച്ചറൽ സ്റ്റാഗ്നേഷൻ. അഗ്രികൾച്ചർ സെക്ടർ നശിക്കാനുള്ള കാരണങ്ങൾ. ഒന്നാമത്തെ കാരണം എന്ന് പറയുമ്പോൾ ഈ ലാൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം അല്ലെങ്കിൽ സമന്താരി സിസ്റ്റം. ഇമ്പോർട്ടൻ്റ്, ഒരു മാർക്ക് നോക്കുക കേട്ടോ. ലാൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം അല്ലെങ്കിൽ എന്തുവാ? സമന്താരി സിസ്റ്റം. ഈ ക്വസ്റ്റ്യനും ഇമ്പോർട്ടൻ്റ് കേട്ടോ. 4 മാർക്കിന് നോക്കി എഴുതി വെച്ചോണേ. അപ്പം അഗ്രികൾച്ചർ സെക്ടർ ഇവന്മാർ നശിപ്പിച്ചു. അത് നശിപ്പിച്ചു എന്ന് പറയാനുള്ള കാരണം ഇതൊക്കെയാണ്. ഒന്നാമത്തത് ലാൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം. അതൊരു ചൂഷണമായിരുന്നു. ലാൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ ഒരു ജന്മിയാന്ന് വിചാരിക്കുക. ജന്മിമാരെ വിളിക്കുന്നില്ല സമന്താരി. എന്തുവാ? സമന്താരി. പണ്ട് സിനിമയിലൊക്കെ കാണും, മുറുക്കാനൊക്കെ മുറുക്കി ഒരു മുണ്ടൊക്കെ എടുത്തുകൊണ്ട് നടക്കുന്ന ഒരു പൂനൂലൊക്കെ കാണും. ജന്മിമാരാ. അവർക്ക് ഇഷ്ടംപോലെ ഭൂസ്വത്ത് കാണും. ഇതുണ്ടോ? ഭൂസ്വത്ത് ഇഷ്ടംപോലെ ഭൂസ്വത്തുണ്ട്, കണ്ടമൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവരെന്ത് ചെയ്യുന്നറിയോ? ഈ സമന്താരിയാണ് ലാൻഡിൻ്റെ ഓണർ. എന്തിൻ്റെ ഓണറാ? സ്ഥലത്തിൻ്റെ ഉടമ. ഇവന്മാർക്ക് 100 ഏക്കറൊക്കെ കാണും. ഇവരെന്ത് ചെയ്യുന്നറിയോ? ഈ 100 ഏക്കറിന് ഇവന്മാർ സ്വന്തമാണെങ്കിൽ പോലും ഈ 100 ഏക്കറിന് റെൻറ്റ് ബ്രിട്ടീഷുകാർക്ക് കൊടുക്കും. 100 ഏക്കർ ആരുടെയാണ്? ഇവന്മാരുടെ സ്വന്തമാണ്. പക്ഷേ എങ്കിലും ഈ 100 ഏക്കറിന് ആർക്ക് റെൻറ്റ് കൊടുക്കണം? ബ്രിട്ടീഷുകാർക്ക് റെൻറ്റ് കൊടുക്കണം. അപ്പോൾ ഇവന്മാരെന്ത് ചെയ്യുന്നറിയോ? ബ്രിട്ടീഷുകാർക്ക് റെൻറ്റൊക്കെ കൊടുക്കും, അല്ലേ അവന്മാർ വെടിവെച്ച് പോലും. ബ്രിട്ടീഷുകാർക്ക് റെൻറ്റൊക്കെ കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ? ഈ റെൻറ്റ് ആരിൽ നിന്നും ഈടാക്കും? ആരിൽ നിന്ന് ഈടാക്കും? പറഞ്ഞോ? കൃഷിക്കാരുടെ. ഈ ഇവന്മാരുടെ നിന്ന് 100 ഏക്കർ വസ്തുവില്ലേ, ഈ വസ്തു പല കൃഷിക്കാർ പാട്ടത്തിനെടുക്കും. ഇതിനെടുക്കും എന്തിനു വേണ്ടിയാ? കൃഷി ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഈ കൃഷിക്കാരുടെ നിന്ന് വലിയ തുക ഇവന്മാരെന്ത് ചെയ്യും? മേടിക്കും. വലിയ തുക വാങ്ങിച്ചിട്ട് അതിൽ നിന്ന് കുറച്ച് പൈസ എന്തായിട്ട് കൊടുക്കും? ബ്രിട്ടീഷുകാർക്ക് റെൻ്റായിട്ട് കൊടുക്കും. മനസ്സിലായോ? അപ്പോൾ ഒന്നും കൂടെ പറഞ്ഞുതരാം. സമന്താരി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഈ ഓണർക്ക്, ഓണർ എന്ന് പറഞ്ഞാൽ ആരാ? ഭൂമിയുടെ ഉടമ, അല്ലെ ആ വസ്തുവിൻ്റെ ഉടമ. അവന്മാരെ സമന്താരി എന്ന് പറയുന്നത്. ഇവരെന്ത് ചെയ്യണമെന്നറിയോ? ഈ വസ്തുവിന് റെൻറ്റ് കൊടുക്കണം. അവന്മാരുടെ സ്വന്തം വസ്തുവാണേലും റെൻറ്റ് കൊടുക്കണം. ആർക്ക് കൊടുക്കണം? ബ്രിട്ടീഷുകാർ. അപ്പോൾ ഈ റെൻറ്റ് ബ്രിട്ടീഷുകാർക്ക് ഇവർ കൊടുക്കുക തന്നെ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ? ഈ റെൻറ്റ് ഇവർ ആരിൽ നിന്ന് പിരിച്ചെടുക്കും? കർഷകരിൽ നിന്ന്. ആരിൽ നിന്നോ? കർഷകരിൽ. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ലാൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം അല്ലെങ്കിൽ എന്തുവാ? സമന്താരി സിസ്റ്റം. അപ്പോൾ കർഷകൻ്റെ വല്ലതും കാണുമോ? ഇല്ല. കർഷകൻ ഉണ്ടാക്കുന്ന പൈസ മൊത്തം ആര് പിരിച്ചെടുക്കും? ഈ സമന്താരീസ് പിരിച്ചെടുക്കും. സമന്താരീസ് ആർക്ക് കൊടുക്കും? ബ്രിട്ടീഷുകാർക്ക് കൊടുക്കും. ഇത് നമ്മുടെ കാർഷിക മേഖലയെ നശിപ്പിച്ചു. ഡൗട്ടുണ്ടോ? ഇനി അതിൻ്റെ എക്സ്പ്ലനേഷൻ വായിച്ച് നോക്കിയേ. എക്സ്പ്ലോയിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ ചൂഷണമാണ്. എക്സ്പ്ലോയിറ്റേറ്റീവ് ലാൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം, അല്ലെങ്കിൽ അതിൻ്റെ വേറെ പേരാണ് എന്തുവാ? പറഞ്ഞോ? സമന്താരി സിസ്റ്റം. ഒന്ന് വായിച്ചേ. അണ്ടർ ദിസ് സിസ്റ്റം സമന്താർസ് വേർ ദ ആരാണ്? ഓണർ ഓഫ് ലാൻഡ്. ഓണർ ഓഫ് എന്തുവാ? ലാൻഡ്. അവരെന്ത് കൊടുക്കണം? ഹു പെയ്ഡ് റവന്യൂ ടു ബ്രിട്ടീഷ്. റവന്യൂ എന്ന് പറഞ്ഞാൽ വരുമാനം. എന്തുവാ? വരുമാനം, അല്ലെ റെൻറ്റ്. റവന്യൂ ടു ബ്രിട്ടീഷിന് വരുമാനം കൊടുക്കണം. ആര് കൊടുക്കണം? സമന്താർസ്. സമന്താർസ് എന്ന് പറഞ്ഞാൽ ആരാ? ഓണർ. ആരാ? ഓണർ. അപ്പോൾ അവരെന്ത് ചെയ്യുന്നറിയോ? സമന്താർസ് എക്സ്ട്രാക്റ്റഡ് വലിയ റെൻറ്റ്, ഹൈ റെൻറ്റ് ഫ്രം ആരിൽ നിന്നുമാണ്? കൃഷിക്കാരിൽ നിന്നും. കൃഷിക്കാരെ വിളിക്കുന്ന പേരാ കൾട്ടിവേറ്റേഴ്സ്. എന്തുവാ? കൾട്ടിവേറ്റേഴ്സ് അല്ലെ ഫാർമേഴ്സ് എന്ന് എഴുതിയാലും മതി. ഡൗട്ടുണ്ടോ? അപ്പം എക്സ്പ്ലോയിറ്റേറ്റീവ് ലാൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം അല്ലെങ്കിൽ സമന്താരി സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്തുവാണ്? അണ്ടർ ദിസ് സിസ്റ്റം സമന്താർ ആരാണ്? വേർ ദ ഓണേഴ്സ് ഓഫ് ലാൻഡാണ്. ഓണേഴ്സ് ഓഫ് എന്തുവാ? ലാൻഡാണ്. അവരെന്ത് ചെയ്യുന്നു? പേ ചെയ്യുന്നു. എന്തുവാണ്? റവന്യൂ. ആർക്ക്? ബ്രിട്ടീഷിന്. എന്നിട്ട് ഇവന്മാരെന്ത് ചെയ്യും? സമന്താർ എക്സ്ട്രാക്ട് ചെയ്യും ഹൈ റെൻറ്റ് ഫ്രം ഫാർമേഴ്സ് ഓർ കൾട്ടിവേറ്റേഴ്സ്. ഡൗട്ടുണ്ടോ? ഇനി ഇത് കൂടാതെ ചില പ്രശ്നങ്ങളുണ്ടായി ഈ കാർഷിക മേഖല നശിക്കാനുള്ള കാരണങ്ങൾ. ഒന്ന്,
ആ സമയത്ത് ടെക്നോളജി ഒന്നും ഉപയോഗിക്കുന്നില്ല. എന്തില്ല? ടെക്നോളജി ഒന്നും ഉപയോഗിക്കുന്നില്ല. ഇപ്പം ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്. നെയ്യാനും കൊയ്യാനും എല്ലാം ഇപ്പം എന്തുവാ? ടെക്നോളജിയാണ്. ആ സമയത്ത് എന്തില്ല? ടെക്നോളജി ഉപയോഗിക്കുന്നില്ല. പിന്നെ നമ്മുടെ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കുന്നില്ല. എന്ത് ഫെർട്ടിലൈസേഴ്സ് പറഞ്ഞു? എന്തുവാ? കീടനാശിനി. എന്തുവാ? കീടനാശിനി ഉപയോഗിച്ചില്ലേ കൃഷിയെല്ലാം നശിച്ചു പോകും. മനസ്സിലായി? ആ സമയത്ത് കീടനാശിനി ഉപയോഗവും കുറവായിരുന്നു. അപ്പോൾ എന്തൊക്കെ പറഞ്ഞു? ഒന്നാമത്തെ ലാൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം ഒരു പ്രശ്നമായിരുന്നു. പിന്നെ രണ്ടാമത് പറഞ്ഞാൽ എന്തില്ല? ടെക്നോളജിയുടെ ഉപയോഗം കുറവായിരുന്നു. ഫെർട്ടിലൈസേഴ്സിൻ്റെ ഉപയോഗം കുറവായിരുന്നു. പിന്നെന്ന് പറയുമ്പോൾ ജലസേചനവും പ്രശ്നമായിരുന്നു. അതിന് ഇറിഗേഷൻ എന്ന് പറയും. എന്തുവാ? കൃഷി ചെയ്യണ എന്താ വേണം? വെള്ളം വേണം. വെള്ളം കിട്ടുന്നില്ല, അപ്പോൾ പിന്നെ കൃഷി ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതിനെയാണ് ഇറിഗേഷൻ ഫെസിലിറ്റി പ്രശ്നമായിരുന്നു. ഇനി എങ്ങനെയെങ്കിലുമൊക്കെ ഇവർ കൃഷി ചെയ്ത് വെച്ചാൽ അത് വിറ്റ് കാശാക്കാനുള്ള പ്രശ്നം. എങ്ങനെയെങ്കിലുമൊക്കെ കൃഷി ചെയ്ത് വെച്ചാൽ ഇതെന്ത് ചെയ്യാൻ പറ്റുന്നില്ല? വിറ്റ് കാശാക്കാൻ പറ്റുന്നില്ല. ഇതിനെ വിളിച്ച പേരാ കൊമേഴ്സ്യലൈസേഷൻ ഓഫ് എന്തോ അഗ്രികൾച്ചർ. ഡിഫിക്കൽറ്റി ഇൻ കൊമേഴ്സ്യലൈസേഷൻ അഗ്രികൾച്ചർ എന്നായിരിക്കും കേട്ടോ. ഡിഫിക്കൽറ്റി ഇൻ കൊമേഴ്സ്യലൈസേഷൻ്റെ മുമ്പിൽ ചേർക്കുക ഡിഫിക്കൽട്ടാണ്. ഡിഫിക്കൽറ്റി ഇൻ എന്തുവാ? ഡിഫിക്കൽറ്റി ഇൻ കൊമേഴ്സ്. ഡിഫിക്കൽറ്റി ഇൻ എന്നും കൂടെ ചേർക്കണം കേട്ടോ. ഡിഫിക്കൽറ്റി ഇൻ എന്തുവാണ്? കൊമേഴ്സ്യലൈസേഷൻ ഓഫ് എന്തുവാ? അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് എന്ന് കൊടുക്കും. അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ്. അപ്പോൾ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് കൊമേഴ്സ്യലൈസ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വിറ്റ് കാശാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ റീസൺസ് ഫോർ അഗ്രികൾച്ചറൽ സ്റ്റാഗ്നേഷൻ. എന്തൊക്കെയാണ് ഒന്നും കൂടെ പറഞ്ഞ് മനസ്സിലാക്കി പഠിക്കണം, കാണാൻ പഠിക്കരുത്. ഒന്ന്, ലാൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം. എന്തുവാ? ലാൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം. അടുത്ത, ടെക്നോളജി ഇല്ല. ഇതില്ല. പിന്നെന്തുവാ? ഫെർട്ടിലൈസേഴ്സിൻ്റെ പ്രശ്നം. പിന്നെന്തുവാണ്? ഇറിഗേഷൻ ഇഷ്യൂ. ലാസ്റ്റ് വൺ എന്തുവാണ്? കൊമേഴ്സ്യലൈസേഷൻ. ഡൗട്ട് ഉണ്ടോ? ഇനി ഒന്ന് വായിച്ചു നോക്കി. എക്സ്പ്ലോയിറ്റേറ്റീവ് ലാൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം, ലോ ലെവൽ ഓഫ് ടെക്നോളജി, ലെസ് യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ്, ലാക്ക് ഓഫ് എന്തുവാ? ഇറിഗേഷൻ ഫെസിലിറ്റി. പിന്നെന്തുവാണ്? ഡിഫിക്കൽറ്റ് ഇൻ കൊമേഴ്സ്യലൈസേഷൻ ഓഫ് എന്തുവാ? അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ്. ഡൗട്ട് ഉണ്ടോ? തുറന്ന് വായിച്ചു നോക്കി.